വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 അതിലെ ആദ്യത്തെ ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ വാക്കും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ തീംസും നോട്ട്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഗോ ത്രൂ ദ സ്റ്റോറി അഗെയിൻ. ഒന്നുകൂടി സ്റ്റോറിയിൽ കൂടെ ഒന്ന് കടന്നു പോകൂ. ആൻഡ് ലിസ്റ്റ് ദ ഫിസിക്കൽ ആൻഡ് അതർ ട്രയറ്റ്സ് ഓഫ് ദി ഓൾഡ് മാൻ ആൻഡ് ഓഫ് പെലായോ ആൻഡ് എലിസിൻഡ. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫിസിക്കൽ ട്രയറ്റ്സ്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കണ്ടിട്ട് ഒരാളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അതൊക്കെ ഫിസിക്കൽ ട്രയറ്റ്സ് ആണ് കേട്ടോ. ഒരാൾ ടോളാണോ ഷോർട്ടാണോ നമ്മൾ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ഫിസിക്കൽ ട്രയറ്റ് ആണ്. അവരുടെ സ്വഭാവ സവിശേഷതകളല്ല, അവരെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നു എന്നതാണ് ഫിസിക്കൽ ട്രയറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കൽ ട്രയറ്റ്സ് നോക്കാം. ഓൾഡ് മാൻ്റെ 2 കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 2 എണ്ണം കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഓൾഡ് ആൻഡ് ഫ്രെയിൽ. ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക്, തളർന്നത്. അപ്പോൾ ഓൾഡ് മാൻ ഓൾഡാണ്, വീക്കാണ്. എനോമസ് വിങ്സ്, വലിയ ചിറകുകളുണ്ട്. കൂടാതെ നമുക്ക് എന്ത് എഴുതാം? ഡേർട്ടി, അഴുക്കിൽ പൊതിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. പിന്നെയോ ഹാഫ് പ്ലക്ഡ് ഫെദേഴ്സ്, പകുതി ആരൊക്കെയോ പറിച്ചെടുത്ത തൂവലുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അടുത്തതാണ് പെലായോ. ഇവിടെയും സ്റ്റോറിയിൽ ഡയറക്റ്റ് ആയിട്ട് പെലായോനെ കാണാൻ ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയ ക്ലൂ വെച്ചിട്ട് മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യങ് ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം പെലായോനെ. കാരണം പെലായോക്കൊരു ചെറിയ കുഞ്ഞുണ്ട്. ബാക്കി സ്റ്റോറിയിൽ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പെലായോ യങ് ആണ് എന്ന് കൺസിഡർ ചെയ്യാം. സ്ട്രോങ് ആണെന്ന് പറയാം. കാരണം നമ്മുടെ ഈ ഓൾഡ് മാനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. പിന്നെ വെയർ സിമ്പിൾ ക്ലോത്ത്സ് എന്ന് എഴുതാം. കാരണം വലിയ റിച്ച് ഒന്നും ആയിരുന്നില്ലല്ലോ പെലായോ, അതുകൊണ്ട് വെയർ സിമ്പിൾ ക്ലോത്ത്സ്. കൂടാതെ നമുക്കായിരുന്നു ഓർഡിനറി ലുക്കിംഗ്, ഒരു സാധാരണക്കാരനായിരുന്നു പെലായോ. അടുത്തത് എലിസിൻ്റെയാണ്. പെലായോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എലിസിൻ്റെയുടെ ഒരു ഫിസിക്കൽ ട്രൈറ്റ്സും നമ്മുടെ സ്റ്റോറിയിൽ ഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയി തന്നെ എലിസിൻ്റെയുടെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. എലിസിൻ്റെയും യങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എലിസിൻ്റെ ടയേർഡ് ആണെന്ന് നമുക്ക് എഴുതാം. കാരണം സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എലിസിൻ്റെ തന്നെ ചെയ്യുന്നതായാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് എലിസിൻ്റെ ടയേർഡ് ആണെന്ന് നമുക്ക് എഴുതാം. എലിസിൻ്റെയും ഓർഡിനറി ലുക്കിംഗ് ആണ്, സിമ്പിൾ ക്ലോത്ത്സ് തന്നെ ആയിരിക്കണം. എലിസിൻ്റെയും വേറെ ചെയ്തിട്ടുണ്ടാവുക, കാരണം അവർ അത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നമുക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നോക്കാം. എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ സ്വഭാവ സവിശേഷതകൾ. കാണാനുള്ള കാര്യങ്ങളല്ല, അതല്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾഡ് മാൻ എന്താണ്? മിസ്റ്റീരിയസ് ആണല്ലേ, എന്തൊക്കെയോ നിഗൂഢത അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എഴുതാം പേഷ്യൻ്റ് ആണല്ലേ, നല്ല ക്ഷമാശീലമുണ്ടായിരുന്നു. എൻഡ്യൂറിങ് ആണ്, എല്ലാം നന്നായി സഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്വയറ്റ്, അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഓൾഡ് മാൻ. അടുത്തത് പെലായോ. പെലായോ കുറച്ചുകൂടി പ്രാക്ടിക്കലായി കാര്യങ്ങൾ കണ്ടിരുന്ന ഒരാളാണ്. റെസ്പോൺസിബിൾ ആണ്. സെൽഫിഷ്. പെലായോ കുറച്ച് സെൽഫിഷ് ആണെന്ന് പറയാം, കാരണം സ്വന്തം ലാഭത്തിന് വേണ്ടി ഓൾഡ് മാനെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീഡി. പെലായോ കുറച്ച് ഒരു പണക്കൊതിയനും കൂടിയാണ്. എലിസിൻ്റെയോ ലവിങ് മദറാണ്, സുഖമില്ലാത്ത കുട്ടീനെ പരിചരിക്കുന്നതായിട്ട് കാണാം. എലിസിൻ്റെയും പ്രാക്ടിക്കലായ ഒരു സ്ത്രീയാണ്. ഇൻകമ്പാഷനേറ്റ് ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ? ഒരു കരുണയും കാണിക്കാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്കിവിടെ കാണാം. ഓൾഡ് മാനെ യാതൊരു തരത്തിലും എലിസിൻ്റെ കെയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല. കൂടാതെ മറ്റീരിയലിസ്റ്റിക് ആണെന്ന് പറയാം. ഓൾഡ് മാനെയോ മറ്റുള്ളവരുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യാതെ തനിക്ക് കിട്ടുന്ന വസ്തുക്കളും പണവും വീടും ഒക്കെ ആയിരുന്നു എലിസിൻ്റെക്ക് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. ഈ ഒരു കഥയിൽ അവരുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അവർ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഇവിടെ എഴുതാം. ഓൾഡ് മാനോ റെപ്രസെൻറ്റ്സ് ദ വീക്ക് ആൻഡ് വൾണറബിൾ. തളർന്നവരെയും ശക്തിയില്ലാത്തവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നു ഓൾഡ് മാൻ. കൂടാതെയോ നമുക്ക് എഴുതാം സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി. സെയിം ടൈം പെലായോയോ റെപ്രസെൻറ്റ്സ് ഓർഡിനറി പീപ്പിൾ. സാധാരണ ജനത്തെയാണ് നമ്മുടെ പെലായോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൂടാതെ സിമ്പിൾ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒന്നിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് പെലായോ നിൽക്കുന്നത്. കൂടാതെ സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നേറുക എന്ന ഒരു രീതി. എലിസിൻ്റെ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? മറ്റേണൽ ഇൻസ്റ്റിങ്സ് അല്ലേ. യെസ്, കുഞ്ഞിനെ കെയർ ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് എലിസിൻ്റെ കാണാം. കൂടാതെ മറ്റീരിയലിസം, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക. ഒരാളെ യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം റിച്ച് ആവാൻ പറ്റുമെന്ന് മാത്രമാണ് എലിസിൻ്റെ ആ സമയത്ത് നോക്കിയത്. ഒരാളുടെ ഫീലിങ്സിനെ കുറിച്ചും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ലാക്ക് ഓഫ് കമ്പാഷൻ, കരുണയില്ലാത്ത സ്വഭാവമാണ് അവിടെയും. അങ്ങനെയുള്ള ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് എലിസിൻഡ.
കൂടാതെ സിമ്പിൾ ഓഫ് അപ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സിമ്പത്തി അല്ലെങ്കിൽ എംപത്തിയുടെ ഒക്കെ ഓപ്പോസിറ്റ് അല്ലേ, ആരോടും ഒരു കരുണയോ സിമ്പത്തിയോ എംപത്തിയോ ഒന്നും കാണിക്കാത്ത ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് എലിസണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Now, with the information you have gathered, write brief character sketches of the old men, Pelayo and Elisinda. ഇപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇനി അത് വെച്ചിട്ട് ഓരോരുത്തരുടെയും ക്യാരക്ടർ സ്കെച്ച് ഓരോരുത്തരെയും കുറിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഓൾഡ് മാനെ കുറിച്ച് എഴുതാം അല്ലേ. നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതങ്ങ് ഒരു സെൻറ്റൻസ് ഫോമിൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഓൾഡ് മാൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. എക്സാമിനാണെങ്കിലും ചിലപ്പോൾ ചോദിക്കാം അല്ലേ, ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. ദ ഓൾഡ് മാൻ ഈസ് ഓൾഡ് ആൻഡ് ഫ്രെയിൽ. He has enormous wings with half-plucked feathers and looks dirty. He is mysterious and supernatural. He is quiet and patient, representing the weak and vulnerable. He also represents faith and spirituality. ഈ പോയിന്റ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ആരുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. പെലായോൻ്റെ. ഓക്കെ, പെലായോ ഈസ് എ പ്രാക്ടിക്കൽ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റഡ് മാൻ. സെൽഫിഷ് ആയിരുന്നു, എന്നാൽ പ്രാക്ടിക്കലുമായിരുന്നു. ഹീ ഈസ് ഫിയർഫുൾ അറ്റ് ഫസ്റ്റ് ബട്ട് ലേറ്റർ സീസ് ഓൾ മാൻ ആസ് എ വേ ടു ഏൺ മണി. ആദ്യം നമ്മുടെ ഓൾഡ് മാനെ കുറച്ച് ഭയമായിരുന്നു, എന്നാൽ പിന്നീട് അദ്ദേഹത്തെ വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഹി ഷോസ് ലിറ്റിൽ കമ്പാഷൻ ആൻഡ് റെപ്രസെൻറ്റ്സ് ഹൗ പീപ്പിൾ ഓഫൺ ചൂസ് മെറ്റീരിയൽ ഗെയിൻ ഓവർ കൈൻഡ്നെസ് ഓർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. കരുണ കാണിക്കാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി നിലനിൽക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരാൾ കൂടിയായിരുന്നു പെലായോ. സെയിം ടൈം നമുക്ക് എലിസണ്ടയുടെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാം. എലിസണ്ട ഈസ് എ പ്രാക്ടിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വിമൻ. പ്രാക്ടിക്കൽ ആയിരുന്നു, എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് എലിസണ്ടയും ശ്രമിച്ചത്. ഷീ സീസ് ദ ഓൾഡ് മാൻ ആസ് എ വേ ടു മേക്ക് മണി ആൻഡ് ഷോസ് ലിറ്റിൽ കമ്പാഷൻ ഫോർ ഹിം. ഇവിടെയും ഓൾഡ് മാനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി മാത്രം കണ്ട് ഒരു കരുണയും അദ്ദേഹത്തോട് കാണിക്കാൻ എലിസണ്ടയും തയ്യാറായില്ല. ഷീ ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ കംഫർട്ട് ആൻഡ് വെൽത്ത് ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഓൾഡ് മാൻസ് ട്രൂ നേച്ചർ. ശരിക്കും ഈ ഓൾഡ് മാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് എലിസണ്ടയ്ക്ക് എന്തിനായിരുന്നു, പണം ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക എന്നതിലായിരുന്നു. ഇൻ ദ എൻഡ്, അവസാനം ഷീ ഫീൽസ് റിലീവ്ഡ് വെൻ ഹീ ലീവ്സ്. ഓൾഡ് മാൻ പോയപ്പോൾ അവൾക്ക് ആശ്വാസമാകുന്നതായിട്ട് കാണാം. ഷോയിങ് ഹർ ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ ഓർ ഫെയ്ത്ത്. ഇതിൽ നിന്ന് തന്നെ ആ ഓൾഡ് മാനോട് യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല എന്ന് വ്യക്തമാണ്. ഇതുകൂടാതെ നിങ്ങൾ വേറെ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ്സ് ഉപയോഗിച്ച് വേണം കേട്ടോ ഈ ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളും കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരുടെയും 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് എഴുതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കം ആൻഡ് സീ ദ ഏഞ്ചൽ 5 സെൻസ് ഓൺലി. ഇവിടെ നമുക്കൊരു പരസ്യം കാണാം അല്ലേ, വരൂ ഏഞ്ചലിനെ കാണൂ, വെറും 5 സെൻറ്റ് മാത്രം എന്നൊക്കെ. ഓക്കെ, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. The news of the sudden appearance of a very old man with enormous wings spreads rapidly in the neighborhood. ചുറ്റുപാടുമൊക്കെ വളരെ വേഗം പടർന്നു ഒരു ന്യൂസ്. എന്ത് ന്യൂസാണത്? ഒരു ഓൾഡ് മാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അല്ലേ, വലിയ ചിറകുകളോടെ. One of the local residents comes across a notice advertising the opportunity to see the angel for 5 cents. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു നോട്ടീസ് ഇല്ലേ, അവിടെ താമസിക്കുന്ന ഒരു ആൾ ഇത് കാണാനിടയായി, ഇങ്ങനെ ഒരു പരസ്യം. He is deeply saddened by the treatment of the elderly man. പക്ഷെ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ആളുകൾ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. He decides to write a letter to the editor expressing his concern. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു കത്ത് അയക്കാൻ തീരുമാനിച്ചു. ആർക്ക്? എഡിറ്റർക്ക്. ലെറ്റ്സ് ഗോ ത്രൂ ദ ലെറ്റർ. ലെറ്ററും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ദ എഡിറ്റർ, ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? എഡിറ്റർക്കാണ്. നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ. സർ, എന്താണ് അതിൽ പറയുന്നത് നോക്കാം. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഡീപ്പ് കൺസേൺ ഓവർ ദി ഹാർഷ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഹു വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഇൻ ആ നെയ്ബർഹുഡ്. ഞങ്ങളുടെ അയൽപക്കത്ത് ഈയിടെയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ഏഞ്ചലിനെ വളരെ മോശമായിട്ടാണ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. ദ മിസ്റ്റീരിയസ് എൽഡർലി മാൻ ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ എ ചിക്കൻ കൂപ്പ്. ഈ ഒരു നിഗൂഢത നിറഞ്ഞ പ്രായമായ മനുഷ്യനെ ഒരു കോഴിക്കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആൻഡ് സബ്ജക്റ്റഡ് ടു റെഡിക്യൂൾ ആൻഡ് ഹറാസ്മെൻറ്റ്. എന്നിട്ടോ അദ്ദേഹത്തെ വളരെയേറെ ഹറാസ് ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുകയാണ് മനുഷ്യർ. ഹീ ഈസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. അയാളെ പണത്തിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾ ചൂഷണം ചെയ്യുകയാണ്. ദിസ് ഈസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ ഓൺ ദ ക്യാരക്ടർ ഓഫ് എ സൊസൈറ്റി. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ നാണം കെട്ട ഒരു മുഖമാണ് തെളിഞ്ഞു കാട്ടുന്നത്. Our lack of compassion and respect for the dignity of others is deplorable. ഡിപ്ലോറബിൾ എന്ന പരിതാപകരം.
മറ്റൊരാളോട് ഒരു കരുണയും കാണിക്കാതെ അയാളുടെ മാനത്തിന് ഒരു വിലയും നൽകാതെയുള്ള ഈ മനുഷ്യന്മാരുടെ പെരുമാറ്റം പരിതാപകരമാണ്. ആസ് എ കമ്മ്യൂണിറ്റി വി ഷുഡ് ബി അഷീംഡ് ഓഫ് അവർ ആക്ഷൻസ്. നമ്മുടെ സമൂഹം ശരിക്കും നമ്മുടെ ഈ പ്രവർത്തികളെ ഓർത്ത് നാണം തോന്നണം. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story. നമ്മൾ എന്താണ് അവകാശപ്പെടുന്നത്, പറയുന്നത്? നമ്മൾ ഭയങ്കര കെയറിങ് ആണ്, നമ്മൾ മറ്റുള്ളവരോട് വളരെ കരുണ കാണിക്കുന്ന ആളുകൾ ആണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ആളോട്, ഈ വളരെ തളർന്നിരിക്കുന്ന ആളോട് നമ്മൾ ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റ് മറ്റൊരു കഥയാണ് ശരിക്കും പറയുന്നത്. May I request you to cover this story in the pages of your esteemed newspaper. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഒന്ന് കവർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്ന്ന് അപേക്ഷിക്കുകയാണ്. ദിസ് വുഡ് ഇമ്പെൽ ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു എൻഷുർ ദ ഓൾഡ് മാൻസ് സേഫ്റ്റി ആൻഡ് വെൽബീങ്. ഇതുവഴി എങ്ങനെയെങ്കിലും അല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുകയും ചെയ്യും. വി മസ്റ്റ് പ്രൊവൈഡ് ഹിം വിത്ത് ദ കെയർ ആൻഡ് റെസ്പെക്ട് ഹി ഡിസേർവ്സ്. അദ്ദേഹം അർഹിക്കുന്ന റെസ്പെക്റ്റും കെയറും കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. സിൻസിയർലി അദ്ദേഹത്തിൻ്റെ പേരും. ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സെൻഡ്സ് എ റിപ്പോർട്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ദി ഇൻസിഡൻറ്റ്. ഈ എഡിറ്റർ എന്ത് ചെയ്തു? ഈ ലെറ്റർ വായിച്ചതിന് ശേഷം ഈ എഡിറ്റർ എന്ത് ചെയ്തു? ഒരു റിപ്പോർട്ടറിനെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യാവസ്ഥയൊക്കെ ഒന്ന് പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായി വിടുകയാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ടാസ്ക് എന്താണ് ഇവിടെ? പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അദ്ദേഹം വന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിനുശേഷം അദ്ദേഹം തയ്യാറാക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമെന്ന് കാണാം. ആദ്യം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം അല്ലേ. എൽഡർലി വിങ്ഡ് മാൻ സഫേഴ്സ് മിസ്ട്രീറ്റ്മെൻറ്റ് ഇൻ വില്ലേജ്. ഒരു വില്ലേജിൽ പ്രായമായ ഒരു മനുഷ്യൻ മോശമായ രീതിയിൽ പെരുമാറ്റങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ. ന്യൂസ് പേപ്പറിൻ്റെ പേര് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. A strange and heartbreaking incident has come to light from a quiet coastal village. ഒരു കടലിനടുത്തുള്ള ഒരു വില്ലേജിൽ നിന്നും വളരെ ഹൃദയഭേദവും വിചിത്രവുമായ ഒരു സംഭവമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. An old man with enormous wings was found in a muddy yard, tired and helpless. ഒരു പ്രായമായ മനുഷ്യൻ, വലിയ ചിറകുള്ള പ്രായമായൊരു മനുഷ്യൻ ചെളിയിൽ പുതഞ്ഞ് വളരെ ടയേർഡായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് കാണപ്പെട്ടിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ഹിം, വില്ലേജസ് ലോക്ക്ഡ് ഹിം ഇൻസൈഡ് എ ചിക്കൻ കൂപ്പ് ആൻഡ് ട്രീറ്റഡ് ഹിം ലൈക്ക് എൻ ഓബ്ജെക്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അവിടെയുള്ള ജനങ്ങൾ അയാളെ ഒരു കോഴിക്കൂട്ടിൽ അടയ്ക്കുകയും വിനോദത്തിന് വേണ്ടി വെറും ഒരു വസ്തുവായിട്ട് അയാളെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. പീപ്പിൾ ഫ്രം നിയർ ബൈ പ്ലേസസ് കെയിം ടു സീ ഹിം നോട്ട് ഔട്ട് ഓഫ് കൈൻഡ്നെസ് ബട്ട് ടു സ്റ്റെയർ ആൻഡ് ലാഫ്. ദൂരെ നിന്നും ആളുകൾ ഇയാളെ കാണാനായി എത്തി. അയാളോട് കരുണ തോന്നിയിട്ടല്ല, അയാളെ ഇങ്ങനെ നോക്കി നിൽക്കാനും കളിയാക്കാനും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ദേ ത്രൂ തിങ്സ് അറ്റ് ഹിം. അവർ ഇയാളുടെ മേത്തേക്ക് സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. പോക്ഡ് ഹിം വിത്ത് സ്റ്റിക്സ്. വടികൾ കൊണ്ട് അയാളെ കുത്തി. ആൻഡ് ഡിസ്റ്റർബ് ഹിസ് പീസ്. അയാളെ ഒന്ന് മനസമാധാനത്തിന് വിടാൻ ആരും തയ്യാറാകുന്നില്ല, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. ദ മാൻ ടു വീക്ക് ടു റെസിസ്റ്റ് സ്റ്റേഡ് ക്വയറ്റ് ത്രൂ ഓൾ ദ സഫറിങ്. ഇയാൾ ഈ മോശമായ പെരുമാറ്റം എല്ലാം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ക്വയറ്റായിട്ട് ഇരിക്കുകയാണ് ഉണ്ടായത്. വൺ കൺസേൺഡ് ഇൻഡിവിജ്വൽ wrote a letter to a newspaper expressing deep sadness about how a weak old man was treated with no respect or care. ഇത് കണ്ടിട്ട് ഒരു നല്ല മനുഷ്യൻ ഞങ്ങളുടെ ന്യൂസ് പേപ്പറിന് ഒരു കത്ത് അയക്കുകയാണ് ഉണ്ടായത്. വളരെ മോശമായിട്ടാണ് ഇയാളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. The letter reminded us that true humanity lies in how we treat the most helpless among us. ഈ ഒരു കത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി എന്താ? മനുഷ്യത്വം മരിച്ചിട്ടില്ല അല്ലേ, ഇപ്പോഴും അതുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഇത്രയൊരു ദുരന്തമായ അവസ്ഥ വന്നപ്പോൾ ഒരാളെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചത്. In response to the letter, our team visited the village to observe the situation. അങ്ങനെ ഞങ്ങളുടെ ടീം ഈ വില്ലേജിലെത്തുകയും ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിക്കുകയും ചെയ്തു. വാട്ട് വി ഫൗണ്ട് വാസ് ഡിസ്റ്റർബിങ്. ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആളുകളുടെ മനസ്സിനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദിസ് കേസ് റേസസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു കേസ് വലിയൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഹാവ് വി ലോസ്റ്റ് അവർ സെൻസ് ഓഫ് കമ്പാഷൻ. നമുക്ക് ആളുകളോടുള്ള കരുണ, സ്നേഹം അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്നും പോയിരിക്കുന്നു എന്ന ഒരു ചോദ്യമാണ് ഈ കേസ് നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു എന്തെഴുതാം? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാം. ഓക്കെ, നമ്മൾ ന്യൂസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിത്ത് ദ അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, പെലായോസ് ലൈഫ് ചേഞ്ച്. അല്ലേ, ഈ ഓൾഡ് മാൻ വന്നതിന് ശേഷം നമ്മുടെ പെലായോൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഹി നോട്ട് ഹിസ് കൺസേൺ ഇൻ ഹിസ് ഡയറി, റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെലായോയുടെ ഒരു ഡയറി എൻട്രി എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി എൻട്രി എഴുതുമ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ് എഴുതാം,
കൂടെ ഡേ ഏതാണെന്ന് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ടൈമും എഴുതാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഡിയർ ഡയറി എന്ന് പറഞ്ഞ് തുടങ്ങാം. ഡിയർ ഡയറി, പെലായോ എന്ത് എഴുതി കാണും? വാട്ട് എ സ്ട്രേഞ്ച് ഡേ. എത്ര വിചിത്രമായൊരു ദിവസമായിരുന്നു ഇന്ന്. ഐ ഫൗണ്ട് എൻ ഓൾഡ് മാൻ വിത്ത് വിങ്സ് ലൈങ് ഇൻ ദി കോർട്ട്യാർഡ്. എൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ ഒരു പ്രായമായൊരു മനുഷ്യനെ വലിയ ചിറകുകളോടെ കണ്ടെത്തി. ഹീ ലുക്ക്ഡ് വീക്ക്, വെറ്റ് ഫ്രം ദ റെയിൻ ആൻഡ് സ്റ്റക്ക് ഇൻ ദ മഡ്. അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്ഷീണിതനായിരുന്നു, മഴയത്ത് നനഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്, കൂടാതെ ചെളിയിൽ പുതഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അറ്റ് ഫസ്റ്റ് ഐ വാസ് അഫ്രെയ്ഡ്. ആദ്യം എനിക്ക് വളരെ പേടി തോന്നി. എലിസൻഡ ആൻഡ് ഐ തോട്ട് ഹീ മൈറ്റ് ബി എൻ ഏഞ്ചൽ ഓർ സംതിങ് എൽസ്. ആദ്യം ഞങ്ങൾക്കൊക്കെ തോന്നി അല്ലേ ഇയാളൊരു ഏഞ്ചലാണ് എന്ന്. പക്ഷെ മറ്റെന്തെങ്കിലും ആണോ എന്നും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഉണ്ടായത്. വി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്തു ചെയ്യണമെന്ന്. സോ വി പുട്ട് ഹിം ഇൻ ദി ചിക്കൻ കൂപ്പ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ അയാളെ ഒരു കോഴിക്കൂട്ടിൽ അടച്ചിട്ടു. നൗ പീപ്പിൾ ആർ കമ്മിങ് ഫ്രം എവ്രിവെയർ ടു സീ ഹിം. ഇപ്പോൾ അയാളെ കാണാനായിട്ട് എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. ദേ പേ ടു ലുക്ക് അറ്റ് ഹിം ലൈക്ക് ഹീസ് എ ഷോ. ഇയാളെ എന്തോ ഒരു ഷോയ്ക്ക് വെച്ചതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് പണം തരുന്നുണ്ട്. വി നീഡ് ദ മണി. ഞങ്ങൾക്ക് പണം വേണം. ഹീ ലുക്സ് ടയേർഡ്. അയാൾ വളരെ ക്ഷീണിതനാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഹി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ജസ്റ്റ് വാണ്ട് എ സൺ ടു ഗെറ്റ് ബെറ്റർ. എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ മാറി അവനൊന്ന് സുഖം പ്രാപിക്കണം. അത് മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ. ഐ വോണ്ട് പീസ് ഇൻ എ ഹോം അഗെയിൻ. വീട്ടിൽ വീണ്ടും സമാധാനം വേണം. ബട്ട് വിത്ത് ദിസ് ഓൾഡ് മാൻ ഹിയർ എവറിത്തിങ് ഫീൽസ് ഡിഫറെൻറ്റ്. പക്ഷേ ഈ ഓൾഡ് മാൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമാണ്. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് എ മിറക്കിൾ ഓർ എ മിസ്റ്റേക്ക്. ഇതൊരു അത്ഭുതമാണോ അതോ ഞാൻ ചെയ്യുന്നൊരു തെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവസാനം പേര് കൂടി നമുക്ക് എഴുതി നിർത്താം, പെലായോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ 6 എക്സസൈസുകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ 3 എണ്ണവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി പകുതി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.